ഒഴുകുപാറയ്ക്കൽ ടാഗോർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സാഹിത്യോത്സവം 2024 16-ാം ദിവസമാണല്ലോ ഇന്ന്. ഞാൻ നിങ്ങളെ ഏവരെയും പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സാഹിത്യകാരിയെ കുറിച്ചാണ്. മറ്റാരുമല്ല, അമൃത പ്രീതം. ആധുനിക ഇന്ത്യയുടെ ഒരു മികച്ച കവയിത്രിയും സാഹിത്യകാരിയും കൂടിയാണ് അമൃത പ്രീതം. 1919 ഒക്ടോബർ 31-ാം തീയതി പാകിസ്ഥാനിലെ ഗുജറാംവാലിയിൽ ഒരു സ്കൂൾ അധ്യാപകനായിരുന്ന രാജ് ബീബിയുടെയും കർത്തൻ സിംഗ് ഹിത്കാരിയുടെയും ഏക മകളായി ജനിച്ചു. കവിയും സാഹിത്യകാരിയും ബ്രിജഭാഷാ പണ്ഡിതയും സാഹിത്യ ജേണലിന്റെ എഡിറ്ററും കൂടിയായിരുന്നു. അതുകൂടാതെ സിഖ് ഭാഷയുടെ പ്രചാരകൻ കൂടിയായി തീർന്നു. 1947 ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് അമൃതയും കുടുംബവും ഡൽഹിയിലേക്ക് കുടിയേറി പാർത്തു. തന്റെ 13-ാമത്തെ വയസ്സിൽ അമൃതയുടെ അമ്മ മരണമടഞ്ഞു. മാതാപിതാക്കളുടെ ഉത്തരവാദിത്തങ്ങളെ അഭിമുഖീകരിക്കുകയും തന്റെ അമ്മയുടെ മരണത്തിൽ ഏകാന്തതയാൽ വലയപ്പെട്ട അവൾ ചെറുപ്പകാലത്ത് തന്നെ എഴുതുവാൻ ആരംഭിച്ചു. അവളുടെ ആദ്യ കവിതാ സമാഹാരമായ അമൃത് ലഹറാൻ 1936 പ്രസിദ്ധീകരണപ്പെട്ടു. പിന്നീട് റൊമാന്റിക് കവിത്രയത്തിൽ നിന്നും മാറി പുരോഗമന സംസ്കാരത്തിന്റെ പാതയിലേക്ക് തെളിയപ്പെട്ടു. ഡൽഹിയിലെ ആകാശവാണി പഞ്ചാബി സേവനത്തിൽ 1961 വരെ അവൾ ജോലി ചെയ്തു. പിന്നീട് 1960 തന്റെ വിവാഹമോചനത്തിന് ശേഷം തീർത്തും അവൾ ഒരു ഫെമിനിസ്റ്റായി മാറി. പിന്നീടുള്ള തന്റെ കഥകളും കൃതികളുമെല്ലാം തന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ അസന്തുഷ്ടതയുടെ അടിസ്ഥാനത്തിൽ വരയ്ക്കപ്പെട്ടവയായിരുന്നു. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജാപ്പനീസ്, ഉറുദു, ഡച്ച് എന്നീ ഭാഷകൾക്ക് പുറമെ മറ്റ് നിരവധി ഭാഷകളിലേക്ക് അവളുടെ കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടു. 1969 ഇന്ത്യയുടെ 2ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീയും 2004 പത്മവിഭൂഷണും ലഭിച്ചു. അമൃതയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു നോവലാണിത് പിഞ്ചാർ എന്നുള്ളത്. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ദ സ്കെലിട്ടൺ എന്നാണ്. നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹയായ ഒരു നോവൽ കൂടിയായിരുന്നു പിഞ്ചാർ എന്ന് പറയുന്ന നോവൽ. പിന്നീട് അത് ഒരു സിനിമയായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കഥാപാത്രം വഹിച്ചത് ബ്യൂറോ എന്ന കഥാപാത്രമായിരുന്നു. അവളുടെ ഏറ്റവും പ്രശസ്തമായ ഒരു പ്രണയ ലേഖനം ഉണ്ടായിരുന്നു, ഐ വിൽ മെറ്റ് യു എറ്റ് അഗെയിൻ എന്നുള്ളത്. 20-ാം നൂറ്റാണ്ടിലെ കവിയെ നയിക്കുന്ന ആദ്യ പ്രമുഖ വനിതയും പഞ്ചാബി കവിയും നോവലിസ്റ്റുമായി അവളെ കണക്കാക്കപ്പെട്ടു. അവളുടെ സാഹിത്യ സൃഷ്ടികളെ ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ സ്നേഹിക്കാൻ തുടങ്ങി. പഞ്ചാബി സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശബ്ദമായി അവളെ അറിയപ്പെട്ടു. 2005 ഒക്ടോബർ 13-ാം തീയതി ഡൽഹിയിൽ വെച്ച് അന്തരിച്ചു. ഇന്നും ജനമനസ്സുകളിൽ എരിയുന്ന തീനാളമായി അവളുടെ കൃതികൾ ജീവിക്കുന്നു. നന്ദി, നമസ്കാരം.